ആശുപത്രിയിലേക്ക് കൂടുതലായും ചൂരൽമല ഭാഗത്തുള്ളവരാണ്, മുണ്ടക്കൈ ഭാഗത്തുള്ളവർ കൂടി എത്തുന്നുണ്ട്. മാധു, ഇപ്പോൾ ഞാൻ ദുരിതാശ്വാസ ക്യാമ്പിലാണുള്ളത്. ഇവിടെ നമുക്കറിയാം നാടിനു വേണ്ടി ഇറങ്ങിയ ഒരു കൂട്ടം ആളുകളുണ്ട്. ഈ ദുരന്തമുഖത്തും അതിജീവനത്തിൻ്റെ മാർഗം കാണിച്ചാണ് നമ്മുടെ നാടിന് എന്നും മാതൃക. അപ്പോൾ അത്തരത്തിൽ ഈ രാവിലെ മുതൽ തന്നെ ഈ ദുരന്ത മുഖത്ത് നടന്ന രക്ഷാപ്രവർത്തനങ്ങൾ നമുക്കറിയാം. അത്തരത്തിൽ വോളണ്ടിയർമാർ എല്ലാ മേഖലയിലും ഉണ്ട്. ആശുപത്രി, ഈ സന്നദ്ധ പ്രവർത്തകരായാലും ഇവിടെ ആവശ്യ സാധനങ്ങൾ എത്തിക്കുന്നതിലൊക്കെ അവരെ കാണുന്നുണ്ട്. എങ്ങനെയാണ് ആവശ്യ സാധനങ്ങളൊക്കെ എത്തിയോ? എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ? സാധനങ്ങളൊക്കെ എത്തി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം നിലവിൽ എല്ലാ ആളുകൾക്കുള്ള ഭക്ഷണത്തിനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളും ഇവിടെ എത്തിയിട്ടുണ്ട്. പുറത്തുനിന്നുള്ള കുറേ സന്നദ്ധ പ്രവർത്തകർ ഭക്ഷണ കാര്യങ്ങളും ഇവിടെ എത്തിച്ചിട്ടുണ്ട്. അത് മറ്റുള്ള ക്യാമ്പുകൾക്കും ഇവിടുന്ന് കൊടുക്കുന്നുണ്ട്. നിലവിൽ ഇവിടെ ഉള്ള എല്ലാ ആളുകൾക്കും നമ്മൾ ഭക്ഷണ സൗകര്യം ഒരുക്കിയിട്ടുമുണ്ട്. കൂടുതൽ പേര് എത്തുന്നുണ്ട്. ഈ മുണ്ടക്കൈ മേഖലയിൽ നിന്നൊക്കെ ഇപ്പോൾ ആളുകൾ എത്തുന്നുണ്ട്. കൂടുതൽ പേര് ഇപ്പോൾ ആ ഇത് ഇറങ്ങിയതിന് ശേഷം അവിടുന്നും ആളുകളെ കൊണ്ടുവന്നിട്ട് നിലവിലിപ്പോൾ അവിടെ നിന്നുള്ള ആളുകളെ കൊണ്ടുവന്നിട്ട് ഇവിടെ കൽപ്പറ്റുള്ള എവിടെയാണ് ലാൻഡ് ചെയ്തിട്ടാണ്. പിന്നെ അവിടുന്ന് ആളുകൾ ഇങ്ങോട്ട് തന്നെ തിരിച്ചു കൊണ്ടുവരുന്നുണ്ട്. ആളുകൾ വന്നുകൊണ്ട് നിൽക്കുന്നുണ്ട്. അത്തരത്തിലുള്ള എല്ലാ സംവിധാനങ്ങളും സജ്ജമാണ്. ഒരുപാട് വോളണ്ടിയർമാരൊക്കെ വോളണ്ടിയർമാരും ഇപ്പോൾ NDRFൻ്റെ സംഘവും മറ്റ് സന്നദ്ധ സംഘടനകളും നമ്മളിവിടെ ഉള്ള ഒരു അടുത്തുള്ള ഒരു ക്ലബ്ബാണ്. ക്ലബിൻ്റെ പ്രവർത്തകരാണ് നമ്മൾ. എല്ലാ പ്രവർത്തകരുമുണ്ട്. ഇത്തരത്തിൽ ഒരുപാട് പേര് ആശ്വാസത്തോടെ എത്തുന്നുണ്ട് ക്യാമ്പിൽ. അവർക്കൊക്കെ ഒരു കൈത്താങ്ങായി, തണലായി. ഒരുപാട് ആളുകളെ ഉറ്റവരെയൊക്കെ കാണാത്തതിൻ്റെ ദുഃഖത്തിലുള്ള ആളുകളുണ്ട്, പരിക്കേറ്റവരുണ്ട്. അത്തരത്തിൽ എല്ലാവരെയും നിയന്ത്രിച്ചൊരു നാടിൻ്റെ തണൽ തന്നെയാണ് നമ്മൾ കാണുന്നതല്ലേ ഈ ക്യാമ്പിലും കൂടെ. അപ്പോൾ അവിടുന്ന് ഒരു 18ഓളം ബോഡി ഇപ്പോൾ രണ്ടാമതും നമ്മൾ ഒരു പൊട്ടിയ സ്ഥലത്ത് നിന്ന് എടുത്തു വെച്ചതുണ്ട്. അത് അവിടുന്ന് റെസ്ക്യൂ ചെയ്തിട്ടാണ് ഇപ്പുറത്ത് എത്തിക്കുന്നത്. ഒരു അരമണിക്കൂറൊക്കെ ഓരോ ബോഡി എത്തിക്കാൻ വേണ്ടിയിട്ട് താമസം വരുന്നുണ്ട്. എന്നാലും എല്ലാ വോളണ്ടിയേഴ്സും അവിടെ സജ്ജമായിട്ടുണ്ട്. എന്തായാലും ആ കണ്ടെത്തിയ ബോഡികൾ ഇവിടെ എത്തിച്ചിട്ടേ അവർ തിരിച്ചു വരുള്ളൂ. അത്തരത്തിൽ പരിക്കേറ്റവരൊക്കെ ഈ ക്യാമ്പിലുണ്ടോ? ഈ ക്യാമ്പിലില്ല. പരിക്കേറ്റവരൊക്കെ ഹോസ്പിറ്റലിലും, മിംസ് ഹോസ്പിറ്റലിൽ, നമ്മൾ മേപ്പാടി ഹോസ്പിറ്റൽ, മറ്റുള്ള അടുത്തുള്ള എല്ലാ ഹോസ്പിറ്റലിലും ഉണ്ട്. പിന്നെ അധികം ആൾക്കാർ പരിക്കേറ്റോടെ അവരേ ഉള്ളൂ. ഇവിടെ കുറച്ച് ആൾക്കാർ മാത്രമേ നിസ്സാര പരിക്കുള്ളവരാണ്. 24 മണിക്കൂർ സജ്ജമായ പ്രവർത്തകർ തന്നെ ഉണ്ടല്ലോ. നിർത്താൻ ആരും അവിടുത്തെ നാട്ടുകാർ നിർത്താൻ ഉദ്ദേശിച്ചിട്ടില്ല. രക്ഷാപ്രവർത്തനം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ തന്നെ ഈ വോളണ്ടിയർമാരൊക്കെ നാട്ടുകാരുടെ വാക്കുകൾ നമ്മൾ ഈ ആശുപത്രിയിൽ നിന്നൊക്കെ കേൾക്കുകയുണ്ടായി. അത്തരത്തിലാണ് അത്രയും ഉറ്റവരാണ്, അവരുടെ സുഹൃത്തുക്കളാണ്. പക്ഷേ ആ വേദന എല്ലാം ഉള്ളിലടക്കിക്കൊണ്ട് ഈ പ്രവർത്തനങ്ങളിലൊക്കെ അവർ മുഴുകിയിരിക്കുകയാണ്. നാടിനു വേണ്ടി ഒറ്റക്കെട്ടായി അത്തരത്തിലുള്ള ഒരു കാഴ്ച കൂടി നമ്മൾ ഈ ദുരിതാശ്വാസ ക്യാമ്പിലൊക്കെ നിന്ന് എന്തായാലും കാണുന്നുണ്ട് മാധു. അത്തരത്തിൽ വൈകാരികമായ പ്രതികരണങ്ങൾ നേരത്തെ കഴിഞ്ഞ മണിക്കൂറിലൊക്കെ നമ്മൾ കേട്ടു. ഓരോരുത്തർക്കായി പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ആളുകളാണ്. എത്രയും പെട്ടെന്ന് അതിജീവിക്കട്ടെ എന്ന് പറയുന്ന വലിയൊരു ആശങ്ക തന്നെയുണ്ട്. വലിയൊരു ദുരന്തമുഖമാണ്. സംസ്ഥാനത്ത് സമാനതകളില്ലാത്തൊരു ദുരന്തം ഈ പോത്തുകൽ ഭാഗത്തേക്കൊക്കെ എത്തിയ ഇതുവരെ നമ്മൾ കേട്ടുകേൾവി പോലും ഇല്ലാത്ത സംഭവം. അപ്പോൾ അത്തരത്തിലുള്ള ആശങ്കയും ആദിയും ഒക്കെയാണ് ഈ ഒരു മേഖലയിലുള്ള. അതിനിടയിൽ കൂടി നാടിനായി ഒത്തൊരുമിച്ച് നിൽക്കുന്ന ഒരു കൂട്ടം ആളുകളെ നമുക്ക് എന്തായാലും ഈ ദുരിതാശ്വാസ ക്യാമ്പിൽ ക്യാമ്പിൽ നിന്ന് അരുൺ അമൃതനാഥാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ നിലമ്പൂർ ആശുപത്രിയിൽ നിന്ന് MS ലിഷോ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അവിടെ 18 പുരുഷന്മാരുടെയും 9 സ്ത്രീകളുടെയും 3 ആൺകുട്ടികളുടെയും 3 പെൺകുട്ടികളുടെയും മൃതശരീരമാണ് കണ്ടെത്തിയിരിക്കുന്നത്. ആകെ 57 പേരുടെ മൃതശരീരങ്ങളാണുള്ളത്. 25 പേരെ തിരിച്ചറിയാൻ പോലും, അതായത് ആരാണ് എന്നല്ല, എങ്ങനെയാണ് എന്ന് പോലും തിരിച്ചറിയാൻ കഴിയാത്ത സാഹചര്യത്തിൽ മൃതശരീരത്തിൻ്റെ അവശിഷ്ടങ്ങളാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഇത്രയധികം ദൂരം നേരത്തെ കമൽ പറയുന്നുണ്ടായിരുന്നു, ഈ മാപ്പിലൊക്കെ കാണുമ്പോൾ കാണുന്ന ദൂരമല്ല, ഇത്രയും വലിയ കുത്തൊഴുക്കിൽപ്പെട്ട് ഇത്രയധികം ദൂരം ഒഴുകിയെത്തിയ ആളുകളാണ്. അവരെ തിരിച്ചറിയുക എന്നതുപോലും പ്രയാസകരമാണ്. എന്നാൽ അതൊക്കെ നേരിട്ട് കണ്ടു നിൽക്കുന്ന രക്ഷാപ്രവർത്തകരുടെയൊക്കെ മനസ്സ് നമ്മൾ കൈയെടുത്ത് തൊഴേണ്ടതാണ്.